രേഷ്മ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തങ്ങളായ വാർത്തകളാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തം എന്ന് പറയാനുള്ള കാരണം, എപ്പോഴും അമേരിക്ക ലോക പോലീസ് ചമയുന്ന അല്ലെങ്കിൽ ലോകശക്തി എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പലപ്പോഴായി ചുവടുകൾ പിഴയ്ക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നു. ആയുധങ്ങളുടെ കാര്യത്തിലായാലും കുറവുകൾ ഉണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളോട്, സഖ്യകക്ഷികളോട് നീതി പുലർത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും മറ്റ് സഖ്യകക്ഷികളെ ചതിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഏറ്റവും പുതിയതായി വന്ന വാർത്ത അനുസരിച്ച് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ഒമാനും കൂടി ഇറാന്റെ കൂടെ ചേരാൻ പോകുന്നു. നയതന്ത്ര ചർച്ചകൾ നടന്നിരിക്കുന്നു ഇറാനും ഒമാനും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിലെ ആദ്യമേ പറഞ്ഞിരുന്നു, അവിടെ ഒരു ടോൾ ഏർപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നികുതി പിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഭാഗത്തുകൂടി എണ്ണ കപ്പലുകൾ കടന്നു പോകുമ്പോൾ അതിനൊക്കെ നികുതി ചുമത്തുമെന്നുള്ള വാർത്തകൾ നമ്മൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ വാർത്തകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നികുതി പിരിവിൽ ഒരു ഭാഗം ഹോർമൂസിന്റെ ഒമാന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇറാനും ഒമാനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇനി നികുതി പിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു. അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ പല വാർത്തകളാണ് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? അതായത് വിദ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു രഹസ്യ ചർച്ച ഒമാനും ഇറാനുമായിട്ട് നടന്നു എന്നുള്ളതാണ്. അത് CNN ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്തയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ധാരണയിലേക്ക്, അതായത് ഹോർമൂസ് കടലിടുക്ക് വളരെ നിർണായകമാണ്. അവിടെ ആ ഒരു കടൽപാത തുറക്കണം. മാത്രമല്ല ആ കടൽപാതയിലേക്ക് തങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ നിലവിലുണ്ട് എങ്കിലും ടോൾ പിരിവിന്റെ കാര്യത്തിലാണ് വീണ്ടും ഒരു പ്രശ്നം നിൽക്കുന്നത്. കാരണം പല രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ കപ്പലുകളാണ് അതുവഴി കടന്നു വരുന്നത്. അപ്പൊ അത്രയും കപ്പലുകൾക്ക് ഒരു ടോൾ പിരിവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഗൾഫ് മേഖലയിലൊക്കെ ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇപ്പൊ ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നത്, ഹോർമൂസിലെ ടോൾ പിരിവ് നടത്തുന്നത് അവർക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് ഈ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒമാനെ പിടിച്ചുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഒമാൻ ഒരു വിഹിതം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒമാനെ ചേർക്കുന്ന ഒരു പരിപാടി നടത്തിയതായിട്ട്, അതായത് ഇറാനും ഒമാനും കൂടി ടോൾ പിരിവിന്റെ ഒരു പങ്ക് ഒമാന് നൽകാം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ചർച്ച, ഒരു പങ്ക് കച്ചവടം നടത്തുന്നതായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അമേരിക്കയ്ക്ക് സഖ്യകക്ഷികളുണ്ട്, അല്ലെങ്കിൽ ഗൾഫ് മേഖല അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തെറ്റിയിരിക്കുകയാണ്. കാരണം അമേരിക്കയും ഒമാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്ര അടുത്തതാണ്. പക്ഷെ ഈ ഒരു തീരുമാനത്തിൽ ഒമാൻ വഴുതി മാറുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇനി ഗൾഫ് രാജ്യങ്ങളും പതിയെ അങ്ങോട്ടേക്ക് മാറും എന്നുള്ളതാണ്. കാരണം നിലവിൽ ഒരാവശ്യവും ഇല്ലാതെ, തങ്ങൾക്ക് യാതൊരുവിധ കാര്യവും ഇല്ലാത്തൊരു യുദ്ധമാണ് തങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ അമേരിക്കയുടെ എയർബേസുകൾ കൊണ്ട് നടക്കുന്നത് എന്നാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. യാതൊരു ശത്രുതയും ഇല്ലാത്ത രാജ്യത്തോടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായി. അതെ. അപ്പൊ അവരത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്താൻ പറ്റില്ല എന്നും കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഒന്ന്, അവരുടെ സാമ്പത്തിക നഷ്ടമാണ്. പിന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ പറയുന്ന ഗൾഫ് മേഖല 80% ഫുഡിന് വേണ്ടിയിട്ട്, ദൈനംദിന ജീവിത കാര്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഹോർമൂസ് കടലിടുക്കിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ ഇറാന്റെ ഏതൊരു കടുത്ത നിലപാടും അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമാകുമെന്നറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഇതിനിടയിലാണ് ഒമാൻ കയറി വരുന്നത്, അല്ലെങ്കിൽ ഒമാനുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിരിക്കണം. അപ്പോൾ അമേരിക്ക വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പല ആയുധ കരാറുകളും അമേരിക്ക റദ്ദാക്കുന്ന ഒരവസ്ഥ. ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത അനുസരിച്ച് തായ്വാനോട് $14 ബില്യൺ ആയുധ വ്യാപാര കരാറാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ താൽക്കാലികമായി അമേരിക്ക നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്കക്ക് അത്തരം ആയുധങ്ങൾ കൊടുക്കാനുള്ള കഴിവ് ഇപ്പോൾ നിലവിലില്ല, ആ ഒരു സാഹചര്യത്തിലല്ല എന്ന് മറ്റുള്ളവർക്ക്, അങ്ങനെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ അമേരിക്ക എത്തിക്കഴിഞ്ഞു. പക്ഷെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഇപ്പോഴും പറയുന്നത്, പീറ്റ് ഹെക്സ് പറയുന്നത്, ഇപ്പോഴും ഇത്തരത്തിലൊരു പ്രശ്നങ്ങളും അമേരിക്കയിൽ ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്ക തായ്വാന് ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അപ്പൊ മറുഭാഗത്ത് നിന്നും പറയുന്നത് അമേരിക്ക എപ്പോഴും മറ്റ് സഖ്യകക്ഷികളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു നിലപാടാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളത്. അപ്പോൾ തായ്വാനും ചൈനയും തമ്മിലുള്ള സംഘർഷം നിലവിൽ അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ
അമേരിക്ക തായ്വാനെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിച്ചു, ആയുധങ്ങൾ തരാം, പേടിക്കേണ്ട, എല്ലാ കരാറുകളിലും ഒപ്പുവെച്ചു. പക്ഷേ നിലവിൽ അത് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ നല്ല ഭംഗിയായി അതിനകത്ത് നിന്നും അമേരിക്ക പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു നടപടിയായി മാറി തായ്വാന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. കാരണം തായ്വാന്റെ പക്കൽ ഇപ്പോൾ ആയുധമില്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായതോടുകൂടി ചൈന തായ്വാൻ അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക അഭ്യാസം കടുപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒരു അവിശ്വാസം ഏത് രാജ്യത്തോട് ചേർന്ന് നിന്നാലും അവരോടൊക്കെ ചതിച്ചു പിന്മാറുന്ന ഒരു രീതിയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു. ഒന്നുകിൽ അമേരിക്ക തായ്വാനെ ചതിച്ചു എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയുടെ പക്കൽ ആയുധ ശേഖരം കുറവാണ്, ആയുധങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന് അമേരിക്ക സമ്മതിക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിലേക്ക് എന്നതിൽ ഉപരി അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം നടന്നതിന് ശേഷം അമേരിക്ക പണം കടം ചോദിക്കുകയാണ്. കടം ചോദിക്കുന്നത് എന്തിനാണ്? അവിടുത്തെ ജനജീവിതത്തിന് വേണ്ടിയിട്ടല്ല, വീണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ ഇവിടെയാണ് ഇറാന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ഈ കരാർ നിർത്തൽ സമയത്ത് ഇറാന്റെ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വീണ്ടും അതിനെ പുതുക്കി പണിഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മിസൈൽ സിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ മറ്റ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ മിസൈലുകൾ, അപ്പൊ അങ്ങനെ കുറെ കൂടി അവർക്ക് അത് വിപുലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തായ്വാനെ ചതിച്ച് എന്നതിലല്ലാതെ മറ്റൊരു കാര്യമാണ്. അതായത് അമേരിക്കയുടെ പക്കൽ സത്യം പറഞ്ഞ ആയുധങ്ങളില്ല. അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങളില്ല എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എപ്പോഴേ അത് ആക്രമണം നടന്നേനെ. സൈനികരെ വിന്യസിക്കുന്നു, വലിയ രീതിയിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴുകുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ട്രംപ് ആ യുദ്ധത്തിൽ നിന്ന് തെന്നി മാറുന്നു. അതായത് വലിയ പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്, വലിയ പ്രഹസനങ്ങൾ നടത്തുന്നു. പക്ഷേ ഒന്നുമില്ല എന്നുള്ളതിനെ ആരും കാണാതിരിക്കാൻ ഒരു മൂടുപടം സൃഷ്ടിക്കാനാണ് അപ്പൊ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഖ്യകക്ഷികളെ ചതിക്കുക എന്ന് പറയുന്നത് അമേരിക്കക്ക് വലിയ പുത്തരിയൊന്നുമല്ല. അപ്പൊ അതുപോലത്തെ നിലപാടാണ് ഇപ്പോൾ ഈ ഒരു ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിനോട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ. അതായത് ഇസ്രായേലിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ യുദ്ധം ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാവാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഈ കുറച്ച് നാള് ഒരാളുടെ കൂടെ നിന്നിട്ട് അയാളെ ചതിക്കുന്ന സ്വഭാവം അമേരിക്കയ്ക്കുണ്ട്. അപ്പൊ അതൊന്നാവാം. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ആയുധങ്ങൾ കുറവാണ്, ഇനി പൊരുതി നിൽക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല. മാത്രമല്ല ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഇറാൻ ആണെങ്കിൽ ഒരു തരത്തിലും സമ്മതിക്കുന്നുമില്ല, തോറ്റു പിന്മാറുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ടുമടക്കാതെ രക്ഷയില്ല എന്ന് വന്നപ്പോ ഇനിയിപ്പോ ഉള്ള വഴി ഇസ്രായേലിനെ ഒറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മേലെല്ലാം ചാരി സുഖമായിട്ട് വഴിമാറി പോവുക എന്നുള്ളതാണ്. ആ ഒരു രീതിയാണ് ഇപ്പൊ അമേരിക്ക സ്വീകരിക്കുന്നത്. ഇപ്പം അതായത് അവർക്ക് അകത്തുള്ള ഒരു ഭിന്നതയെ കുറിച്ചാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഈ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയാണ്, ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രശ്നം. അതായത് ഒരു ഫോൺ കോള്, ആ ഫോൺ കോളിൽ രണ്ടുപേരും കൂടി ഇറാൻ യുദ്ധം വേണം, ഇറാനെ തകർക്കണം എന്ന് ഇസ്രയേൽ പറയുമ്പോൾ അമേരിക്ക പറയുന്നു, അല്ല ഇത് ശരിയാവത്തില്ല, നമുക്ക് ഈ ഗൾഫ് മേഖല നോക്കേണ്ടതുണ്ട്. അവർ പറയുന്നുണ്ട്, അതായത് കുവൈറ്റും അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു യുദ്ധം വേണ്ട, അവർക്ക് വലിയ പ്രശ്നമാകും, അതുകൊണ്ട് നമുക്ക് ഇതൊരു ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു ധാരണയിലോ പോകാമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ആ ട്രംപിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന രീതിയിലല്ലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടേത്. അവർക്ക് എപ്പോഴും യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ്. ഇവിടെ ഇവര് തമ്മിലൊരു വാക്പോർ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പും കഴിഞ്ഞ ദിവസം നമുക്ക് നോക്കുകയാണെങ്കിൽ കാര്യം ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ഇസ്രായേലിലേക്ക് ചിലപ്പോൾ മത്സരിക്കുന്നുണ്ടായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. അവിടുത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവിടുത്തെ ജനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ആ ആളുകളെ ഒന്നും തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല, അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ് എന്നുള്ള കാര്യങ്ങളാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ട് എന്നുള്ളത് ഇത്തരം രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകം അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ട്രംപ് പറയുന്നതാണെങ്കിൽ ഒരിക്കലും ഒരു കാശിനും വിശ്വസിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും മറ്റൊന്നാണ്. ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് അവിടുന്ന് മുങ്ങുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഭിന്നത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുമെന്നതാണ്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇനി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ വിദ്യ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപിന്റെ കയ്യിൽ ആയുധങ്ങളില്ല. അപ്പോൾ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ട്രംപ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഉറ്റ സുഹൃത്താണ്, ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രയേലും അമേരിക്കയും കൂടി രംഗത്ത് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ അടിവാരി കൂട്ടിയത് ആരാണ്, ഏറ്റവും നഷ്ടം ഉണ്ടായത് ആരാണ്, ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്ക വീണ്ടും ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇറാന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നേരിട്ട് പോയി ഒന്നും ആക്രമണം നടത്തത്തില്ല. പകരം എന്ത് ചെയ്യും? ഈ എയർബേസുകളുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടരും. പക്ഷേ ഇസ്രയേലിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പോ ഇറാഖില് രഹസ്യ താവളങ്ങൾ ഉണ്ട്, ഇസ്രയേലിന്റെ ആ താവളങ്ങളിലേക്ക് ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഇറാഖിലേക്ക് ഇറാന്റെ മിസൈലുകൾ പതിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യമുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധത്തിന് തീരെ താല്പര്യമില്ല. ഒന്ന് ആയുധശേഖരം, പിന്നെ ഈ പറയുന്ന ഗൾഫ് മേഖലകളുടെ സമ്മർദ്ദമുണ്ട്. സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് അങ്ങേയറ്റം അവർക്ക് സഹിക്കാവുന്നതിനപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പം നവംബറിൽ ഇലക്ഷൻ വരികയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ എംപിമാര് തിരിയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം സെനറ്റിൽ നടന്ന ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്. അതായത് അദ്ദേഹം ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പിന്തുണയ്ക്കാതെ മാറി വോട്ട് ചെയ്യുകയായിരുന്നു. അപ്പം ഈ പറയുന്ന ഇനി യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്ന അത് വാർ പവേഴ്സ് ആക്ട് പ്രകാരം ഈ ട്രംപിന് ഇനി യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇനി കോൺഗ്രസ് തീരുമാനിക്കണം. അപ്പൊ അങ്ങനെ ഒരു വോട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്വന്തം തൊട്ടടുത്ത് നിന്ന് ഏറ്റവും ട്രംപിനോട് കൂടെ നിന്നവർ പോലും ട്രംപിന്റെ തീരുമാനങ്ങളെ എതിർത്തുകൊണ്ടാണ് മാറിക്കുത്തിയത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ട്രംപിന്റെ രാഷ്ട്രീയപരമായിട്ടും ഈ യുദ്ധപരമായിട്ടും എത്രത്തോളം അതിനെ തളർത്തി കളഞ്ഞു എന്നുള്ളത്.